ഹായ് ഹലോ എല്ലാവർക്കും ഇന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മലയാള സിനിമയുടെ എക്കാലത്തെയും ഓർമ്മച്ചെപ്പുകളിൽ മായാതെ മറയാതെ മങ്ങലേൽക്കാതെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ശ്രീവിദ്യ എന്ന അമൂല്യ പ്രതിഭയുടെ ജീവിത കഥകളിലേക്കാണ്. അപ്പോൾ കഥകളിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. 1953 ജൂലൈ 24 ചെന്നൈയിൽ കൃഷ്ണമൂർത്തിയുടെയും ML വസന്തകുമാരി അമ്മയുടെയും മകളായി ശ്രീവിദ്യയുടെ ജനനം. കൃഷ്ണമൂർത്തി ശങ്കരരാമനാണ് ആകെയുള്ള ഒരു സഹോദരൻ. മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു അഭിനേത്രിയായിരുന്നു ശ്രീവിദ്യ. മെലോ ഡ്രാമകളാൽ മുഖരിതമായ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ശ്രീവിദ്യ തൻ്റെ അഭിനയ തിവകുകൊണ്ടാണ് തൻ്റെ പേര് എഴുതി ചേർത്തത്. റൗഡി രാജമ്മ, ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച, പഞ്ചവടിപ്പാലം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ സിനിമയിൽ തത്വമയാർന്ന അഭിനയ രീതി കാഴ്ചവച്ചു. ശ്രീവിദ്യയുടെ ബാല്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആർ കൃഷ്ണമൂർത്തിയുടെയും പ്രശസ്ത ഗായിക ML വസന്തകുമാരിയുടെയും മകളായി തമിഴ്നാട്ടിലെ മദ്രാസിലാണ് ശ്രീവിദ്യ ജനിച്ചത്. ചെറുപ്പം മുതൽക്കു തന്നെ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ലോകത്തിലായിരുന്നു ശ്രീവിദ്യ വളർന്നു വന്നത്. 13-ാം വയസ്സിൽ തിരുവുൾ ചൊൽവർ എന്ന തമിഴ് സിനിമയിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് ശ്രീവിദ്യ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അമ്പലപ്രാവ് എന്ന ചിത്രത്തിൽ ഒരു നൃത്തരംഗത്തു മാത്രം അവർ അഭിനയിച്ചിരുന്നു. മനോഹരമായ കണ്ണുകളുള്ള ഈ പെൺകുട്ടി പൊടുന്നവേ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ടു. 1969 N. ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പിക്കവല എന്ന ചിത്രത്തിൽ ആദ്യമായി സത്യൻ മാഷിൻ്റെ നായികയായി ശ്രീവിദ്യ മലയാള സിനിമയുടെ മുഖ്യധാരയിലെത്തി. കുസൃതി നിറഞ്ഞ നോട്ടവും നിഷ്കളങ്കമായ ചിരിയുമുള്ള ശ്രീവിദ്യ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഈ ഒരു ചിത്രത്തിലൂടെ നടന്നു കയറുകയായിരുന്നു. പ്രശസ്ത പുണ്യപുരാണ ചിത്രമായ അംബ അംബിക അംബാലികയിലെ അവരുടെ വേഷവും ശ്രദ്ധേയമായിരുന്നു. സൊല്ലത്താൻ നിനക്കിറേൻ, അപൂർവ രാഗങ്ങൾ എന്നീ ചിത്രങ്ങളിലൂടെ തമിഴകത്തും അവർ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ചെണ്ട, ഉത്സവം, തീക്കനൽ, ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച, വേനലിൽ ഒരു മഴ, ആദാമിൻ്റെ വാരിയെല്ല്, എൻ്റെ സൂര്യപുത്രിക്ക് എന്നിവ ശ്രീവിദ്യയുടെ ശ്രദ്ധേയങ്ങളായ ചിത്രങ്ങളിൽ ചിലതാണ്. മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി എന്നിവ ഉൾപ്പെടെ 6ഓളം ഭാഷകളുടെ ചിത്രങ്ങളിൽ ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് മലയാളത്തിലാണ്. മലയാളത്തിൻ്റെ വെള്ളിത്തിരയിലേക്ക് പ്രവേശിച്ചതിൻ്റെ 10ാമത്തെയും 14ാമത്തെയും 23ാമത്തെയും വാർഷികങ്ങൾ സംസ്ഥാന അവാർഡ് നേടിയതാണ് ശ്രീവിദ്യ ആഘോഷിച്ചത്. 1979 ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച, ജീവിതം ഒരു ഗാനം എന്നീ ചിത്രങ്ങൾക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. 1983 രചന, 1992 ദൈവത്തിൻ്റെ വികൃതികൾ എന്നീ ചിത്രങ്ങൾക്ക് വീണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചു. അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര പിന്നണി ഗായികയുമായി അവർ പിന്നീട് ഒരു പൈങ്കിളി കഥയിലെ ആന കൊടുത്താലും കിളിയേ എന്ന ചിത്രത്തിൽ ശ്രീവിദ്യ പാടിയ ഗാനം അവിസ്മരണീയമാണ്. നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിലും അവർ പിന്നണി ഗായികയായി മിനി സ്ക്രീനിലേക്ക് ചേക്കേറിയ ശ്രീവിദ്യ ടെലിവിഷൻ പരമ്പരകളിലും സജീവമായിരുന്നു. 2004 അഭിചാരിതം എന്ന പരമ്പരയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ടെലിവിഷൻ അവാർഡ് ശ്രീവിദ്യയ്ക്ക് ലഭിച്ചു. അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് നോക്കാം. മധുവിനോടൊത്ത് തീക്കനൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കവേ ഇതിൻ്റെ നിർമ്മാതാവായ ജോർജ് തോമസുമായി ശ്രീവിദ്യ പ്രണയത്തിലായി. 1979 ഇവർ വിവാഹിതരായി.
ഒട്ടേറെ വിവാദങ്ങളുണ്ടാക്കിയ കുടുംബജീവിതം 1999 ഏപ്രിലിൽ വിവാഹമോചനത്തിൽ അവസാനിച്ചു. പിന്നീട് ഉലകനായകൻ കമലഹാസനും ശ്രീവിദ്യയും ചേർത്ത് ധാരാളം ഗോസിപ്പുകളുണ്ടായി. അത് അക്കാലത്തെ മാഗസിനുകളിലും മഞ്ഞപ്പത്രങ്ങളിലും ധാരാളം എഴുതി വന്നിരുന്നതായും പറയപ്പെടുന്നു. പിന്നീട് ക്യാൻസർ ബാധിച്ച് ദീർഘകാലം ചികിത്സയിലായിരുന്ന ശ്രീവിദ്യ 2006 ഒക്ടോബർ 19 തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ വച്ച് അന്തരിച്ചു. അന്തരിക്കുമ്പോൾ ശ്രീവിദ്യയ്ക്ക് 53 വയസ്സായിരുന്നു. അവർക്ക് അപ്പോൾ അമ്മത്തമ്പുരാട്ടി എന്ന സീരിയലിൽ അഭിനയിക്കുകയായിരുന്നു. ശ്രീവിദ്യ അവസാന കാലത്ത് മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കരമന ബ്രാഹ്മണ സമൂഹം ശ്മശാനത്തിൽ സംസ്കരിച്ചു. സഹോദരൻ ശങ്കരരാമനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അപ്പോൾ ശ്രീവിദ്യയെക്കുറിച്ചുള്ള ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്തേക്കണം. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.